കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ തലയ്ക്ക് മുകളിലൂടെ ബസ് കയറി ഇറങ്ങി യാത്രക്കാരന് ദാരുണാന്ത്യം. കടപ്പാക്കട ഭാവന നഗർ സ്വദേശിയാണ് മരിച്ചത്. AV ജയശങ്കർ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് അപകടമുണ്ടായത് ജയശങ്കർ? അതായത് മാധു, അല്പസമയം മുമ്പാണ് ഈ കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു കാൽനട യാത്രക്കാരൻ്റെ മുകളിലൂടെ തലയ്ക്ക് മുകളിലൂടെ ബസ് കയറി ഇറങ്ങി ദാരുണ അന്ത്യം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 15 മിനിറ്റ് മുമ്പായിരുന്നു അപകടം. നമ്മൾ ഈ കാണുന്ന ഈ വെള്ളം അടിച്ചിരിക്കുന്ന സ്ഥലത്ത് അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന രക്തമൊക്കെ ഫയർഫോഴ്സ് എത്തി വെള്ളമടിച്ചു പോവുകയായിരുന്നു. 15 മിനിറ്റ് മുമ്പാണ് അപകടം നടന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ അപകടം ഉണ്ടായിട്ട് ഇത് ഏത് ബസ്സാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന കാര്യം KSRTCക്ക് പോലും ഇതുവരെ അറിയില്ല എന്നതാണ് ഇതിലേറ്റവും കൗതുകകരമായ കാര്യം. ഇത്തരത്തിൽ ഒരാളുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന അപകടം കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ നടക്കുന്നു. ആ അപകടം ഉണ്ടാക്കിയ ബസ് കൂളായി ബസ് സ്റ്റാൻഡിൽ നിന്ന് പോകുന്നു. ഇപ്പോൾ ഈ നാട്ടുകാരുൾപ്പെടെ ഇത് കണ്ട് ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് പോലീസ് എത്തി ബോഡി മാറ്റിയതിനു ശേഷം ഇപ്പോഴാണ് ഈ അപകടം ഉണ്ടാക്കിയ ബസ്സിനെ സംബന്ധിച്ച് നിലവിൽ ഒരു അന്വേഷണം നടക്കുന്നത്. എന്തായാലും ഈ സന്തോഷ് കുമാർ എന്ന് പറയുന്ന കടപ്പാക്കട സ്വദേശിയാണ് മരണപ്പെട്ടതെന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഈ മരണപ്പെട്ട ആളുടെ ബാഗിൽ നിന്ന് ലഭിച്ച ID കാർഡിലാണ് ഇത്തരത്തിൽ സന്തോഷ് കുമാർ എന്ന പേരുള്ളത്. ഈ അപകടം നടക്കുമ്പോൾ കണ്ട ഒരു ദൃക്സാക്ഷി റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു ചേട്ടാ സംഭവിച്ചത്? ഞാനിവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹൗസ് ബോട്ടിൽ ഇരിക്കുക. അപ്പോൾ നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വീഴുന്നതും കാറിങ്ങനെ പോകുന്നതും കണ്ടു. തൊട്ട് മുമ്പിൽ കൂടെ KSRTC ഓടി പോകുന്നതും കണ്ടു. പക്ഷേ ഇവിടെ കടന്ന ബസ് യാത്രക്കാരുമായിട്ട് കടന്ന ബസ്സാവണം. വിട്ടുപോയത് ആ പുള്ളിയുടെ തലയിൽ കൂടെ കയറി ഇറങ്ങി. ആ ബസ് നിർത്തുമൊന്നും ചെയ്തില്ല. ഈ പുള്ളി വീണ് കിടക്കുന്നുണ്ട്. ഓടി വന്നപ്പോഴത്തേക്ക് തലച്ചോറ് പൊട്ടി വെളിയിൽ കിടക്കുന്ന സീനാണ് കണ്ടത്. അപ്പോഴത്തേക്കും ഞങ്ങൾ പേടിച്ച് മാറിയിരുന്നു. ഒരു പുതപ്പ് കൊണ്ടുവന്നിട്ട് മൂടി. പിന്നെ പോലീസ് വന്ന് ആംബുലൻസ് ആദ്യം വന്ന് തലച്ചോറൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് കൊണ്ടുവന്നു. ബസ് ഡ്രൈവർ മനഃപൂർവ്വം അറിഞ്ഞിട്ട് നിർത്താൻ പോകണം. എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു കാഴ്ചപ്പാടി തോന്നുന്നു പുള്ളി ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ അറിഞ്ഞിട്ട് നിർത്താതെ പോവാം. പക്ഷേ അങ്ങനെ ആ ബസ് വിട്ടാൽ പോയാൽ ചെയ്യുന്നു. പുള്ളി ഇവിടെ വീണ് കിടക്കുകയും ചെയ്യുന്നു. തൊട്ടടുത്ത് വേറെ ബസ്. പുള്ളിക്കാരൻ നടന്നു വരികയായിരുന്നു. പുള്ളിക്കാരൻ അപ്പുറത്തുനിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തോട് നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് വീണു, തലയിൽ കൂടെ വണ്ടി കയറി ഇറങ്ങിപ്പോയി. ഇത്രയേ ഉള്ളൂ. എന്തായാലും മാധു, അതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ കാൽനട യാത്രക്കാരൻ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. അതിനിടയിൽ വീണു. പിന്നാലെ തലയുടെ മുകളിലൂടെ ബസ് കയറി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ ദൃക്സാക്ഷി പറഞ്ഞതനുസരിച്ച് ഒരുപക്ഷെ KSRTC ഡ്രൈവർ ഇത് അറിഞ്ഞു കാണില്ല, ഇല്ലെങ്കിൽ അറിഞ്ഞിട്ടും നിർത്താതെ പോയതായിരിക്കാം. എന്താണെന്ന് സംഭവം എന്നതിൽ നിലവിൽ വ്യക്തതയില്ല. പക്ഷേ ആ ബസ് കണ്ടെത്താനുള്ളത് എവിടെ നിന്ന് എങ്ങോട്ട് പോയ ബസ്സാണ്, ഇപ്പോൾ ആ ബസ് എങ്ങോട്ടാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസ് ഈ KSRTCക്കുള്ളിൽ നിലവിൽ പരിശോധന നടക്കുന്നുണ്ട്. ഇതായപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെയാണ് ഇത്തരത്തിൽ തലച്ചോറ് പിളർന്ന് ഒരാൾക്ക് ദാരുണ അന്ത്യം ഉണ്ടായിരിക്കുന്നത്. കടപ്പാക്കട സ്വദേശി സന്തോഷ് കുമാർ എന്നാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ എത്തി സ്ഥലത്ത് നിലവിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഏത് ബസ് അപകടം ഉണ്ടാക്കിയെന്ന കാര്യത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്ന. ഒരു കാൽനട യാത്രക്കാരനാണ് അദ്ദേഹം. ഈ ദൃക്സാക്ഷി പറയുന്നതനുസരിച്ച് അദ്ദേഹം നിലത്തേക്ക് വീണു, പിന്നാലെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. എന്തായാലും ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു KSRTC ബസ് സ്റ്റാൻഡിൽ. ആ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷവും അത് ഏത് വണ്ടി അപകടം ഉണ്ടായി, എങ്ങനെ അപകടം ഉണ്ടാക്കി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും ഈ സന്തോഷ് കുമാർ തന്നെയാണോ മരണപ്പെട്ടെന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം അല്പസമയത്തിനകം ഔദ്യോഗിക സ്ഥിരീകരണം വരും. എന്തായാലും ഏകദേശം 15 മിനിറ്റുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു ദാരുണ അപകടം ഉണ്ടായത്. പിന്നീട് നാട്ടുകാരാണ് ഈ മൃതദേഹം, ഈ തലച്ചോറ് ചിതറിയ മൃതദേഹം തുണിയിട്ട് മൂടുന്നത്. പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ഇപ്പോൾ എത്തി. എന്തായാലും ഈ സ്ഥലത്ത് നിന്ന് ഈ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ പോലീസിന്റെ ഭാഗത്തും KSRTCയുടെ ഭാഗത്തും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ദാരുണമായ ഒരു അന്ത്യമാണ്. കടപ്പാക്കട സ്വദേശി സന്തോഷ് കുമാറാണ് മരണപ്പെട്ടെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന ഇങ്ങനൊരു ദാരുണമായ അപകടമുണ്ടായത്. വാഹനം തലയ്ക്ക് മുകളിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. യാത്രക്കാരൻ മരിച്ചു. കടപ്പാക്കട ഭാവന നഗർ സ്വദേശിയാണ് മരിച്ചത്.